എന്നത് കുട്ടികളുടെ അവകാശമാണ്. അങ്ങനെ കളിക്കാൻ ഉള്ള ഒരു അവസരമാണ് പൂന്തേനരുവി. പൂജ്യ സ്വാമിജി അധ്യാത്മാനന്ദ സരസ്വതി കുട്ടികൾക്കായി വിഭാവന ചെയ്ത അവധിക്കാല ആഘോഷമാണ് ഇത്. എന്റെ പേര് അക്ഷയ. അഭിമാനത്തോടെ പറയുന്നു, ഞാനും ഒരു പൂന്തേനരുവി കുട്ടിയാണ്. ഇനി എനിക്ക് എന്താണ് പൂന്തേനരുവി എന്ന് പറഞ്ഞു തുടങ്ങാം. യാതൊരു ബ്രേക്കും ഇല്ലാതെ കളിച്ചു രസിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത്. പണ്ട് പൂന്തേനരുവി ഏപ്രിൽ ആദ്യമായിരുന്നു തിരുവനന്തപുരത്ത് നടക്കാറ്. സ്കൂൾ അടയ്ക്കാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാ? പൂന്തേനരുവിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ രസമുള്ള ഒരു സമയമായിരുന്നു അത്. നമുക്ക് ഇന്നത്തെ കാര്യപരിപാടികൾ ആരംഭിക്കാം. പ്രാർത്ഥനയോടെ തുടങ്ങാം. പ്രാർത്ഥന ചൊല്ലാൻ ഋഷികേശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നോട് കയ്യിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ബുദ്ധിയ എന്റെ മനസ്സിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. ഇനി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പരിചയപ്പെടാം. പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റ് ജോബി PS, ഫ്ലൂട്ടിസ്റ്റ് ശ്രീറാം എന്നിവരാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഇവർ രണ്ടുപേരും ചേർന്ന് സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ മാസ്മരികത വാക്കുകൾക്ക് അതീതമാണ്. ജോബിജിയെയും ശ്രീറാംജിയെയും പൂന്തേനരുവിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പൂന്തേനരുവിയുടെ എല്ലാമായ സംഭവ ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമിജിയാണ്. സ്വാമിജിയുടെ ആശയമാണ് കുട്ടികൾക്കായുള്ള ഈ അവധിക്കാലാഘോഷം. സ്വാമിജിയെയും പൂന്തേനരുവി ഉദ്ഘാടന സെഷനിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഹരിഹരാനന്ദ സ്വാമിജിയാണ്. തിരുവനന്തപുരം സംഭൂത് മഠാധിപതിയാണ് സ്വാമിജി. സ്വാമിജിയെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പൂന്തേനരുവിയിൽ ഒഴുകാൻ എത്തിച്ചേർന്ന കുട്ടികളെയും മാതാപിതാക്കളെയും സമൂഹ സേവകരെയും ഈ ആഘോഷത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. പൂന്തേനരുവിക്ക് ഒരു അധ്യക്ഷനുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കിരീടിയാണ് അത്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ കിരീടിയെയും വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം കുട്ടികളെ, ഇന്ന് നിങ്ങളൊക്കെ കണ്ടതില് കിരീടിക്ക് വലിയ സന്തോഷം. എന്താണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്? എന്തിനാണെന്ന് അറിയാമോ? കളിക്കാനാണല്ലേ. ഈ കളിയുടെ പേരറിയാമോ? ഈ ഒരു ഒത്തുചേരലിന്റെ പേര് ഇതിന്റെ പേരാണ് പൂന്തേനരുവി. പറയൂ ഒന്നുകൂടെ. പൂന്തേനരുവി. ഈ പൂന്തേനരുവിയില് നിങ്ങളെല്ലാവരെയും കാണാനും
ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി കടങ്കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും എന്നാല് കടങ്കഥ ഇടയ്ക്കൊക്കെ ചോദിക്കും കേട്ടോ. കടങ്കഥയും അതുപോലെ തന്നെ കളികളും ഒക്കെ ആയിട്ട് നമുക്ക് 3-4 ദിവസം നമുക്കിവിടെ കൂടാം. ശിക്ഷകരില്ല. ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ, നിങ്ങൾ പറയുമോ? ഇപ്പൊ പറയണ്ട, അറിയാവുന്നവർ പറയാതിരിക്കണം. സേവകരാരും ഇല്ലാൻ പാടില്ല. ഈ ഉദ്ഘാടന സഭ കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് ഇതിന്റെ മറുപടി പറയണം. എന്താ പറയുമോ? ശിക്ഷണമില്ല, ശിക്ഷകരുടെ ശിക്ഷണമില്ല, ശിക്ഷണമരുളും പ്രേമാനുഗ്രഹ സ്വർലോകം. ഒന്നുകൂടെ പറയാം. ശിക്ഷണമില്ല, ശിക്ഷണമരുളും പ്രേമാനുഗ്രഹ സ്വർലോകം ഏത്? ഞാൻ ചോദിച്ചു. ശിക്ഷകരില്ല, ശിക്ഷണമരുളും പ്രേമാനുഗ്രഹ സ്വർലോകം. ഈ ഉദ്ഘാടന സഭ കഴിയുന്ന സമയത്ത് അറിയാവുന്നവർ പറയണം കേട്ടോ. ഇനി നമുക്ക് ഉദ്ഘാടന സഭയിലേക്ക് ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് കൊണ്ട് പൂന്തേനരുവി ഉദ്ഘാടനം ചെയ്യാൻ ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുന്നു വേദിയിലേക്ക്. പൂന്തേനരുവി എന്താണെന്ന് അറിയട്ടെ? പൂന്തേനരുവിയിലെ എന്താണെന്ന് ഇവിടെ കൊച്ചു കൂട്ടുകാരെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് കാണിക്കും. എന്താണ് പൂന്തേനരുവി എന്ന് അവരെ വിളിക്കും. വരൂ. അയ്യോ, പറ്റില്ല. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മറ്റൊന്നും ചെയ്വതിൽ വൃത്തിയില്ല. അവധിക്കാലത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. കഷ്ട, ഇനിയും പഠിക്കാമോ? വിദ്യാലയത്തിൽ പഠിച്ചതല്ലേ, പാഠങ്ങളേറെ ഗ്രഹിച്ചതല്ലേ, വേദനവധിക്കു വേറെ ബോധ്യങ്ങൾ നേടുവാൻ ശ്രദ്ധ വയ്ക്കാം. സദ്ഗുരു വൃന്ദവും വാത്സല്യത്താൽ നമ്മെ അനുഗ്രഹിച്ചിടുമല്ലോ. പൂന്തേനരുവിയിൽ സേവകരും സപ്രേമം നമ്മെ നയിച്ചിടുന്നു. ശരി, ആലോചിക്കട്ടെ. വീട്ടിൽ നിന്ന് സമ്മതം മേടിക്കണം. ആട്ടെ, എപ്പോൾ വരണം? രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 3 മണി വരെ ഉണ്ടായിരിക്കും. കാലത്തു തന്നെ തുടങ്ങുമെന്നും ആഹ്ലാദ നിർഭര കാര്യക്രമം, നാമജപമുണ്ട് പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹം നേടിടുവാൻ. അത് നല്ലത് തന്നെ. പ്രാർത്ഥനയുടെ ക്രമഫലവും സ്വാമിജി ഉണ്ടാകുമല്ലേ? ചെറിയൊരു കാര്യമുണ്ട്, ബോറടിപ്പിക്കുമോ? ഇല്ല, സ്വാമിജി നമ്മളിൽ ഒരാളാണ്. സ്വാമിജി സൗഹാർദ്ദഭാവത്തോടെ ബാല്യത്തിനാവേശം കണ്ടു നിൽക്കും. സമ്മതി നിസ്സങ്കോചം ആശ്വാസമാകുമതെന്നുമെന്നും. കഥകളും ഗീതങ്ങൾ മന്ത്രങ്ങളും ലഘുവായ ജീവിത ദർശനവും സ്വാമിജി ഓടിത്തരുന്നതൊക്കെ ഭാവിക്ക് ശോഭ പകർന്നു കൊള്ളാം. ഹായ്, കഥ കൊള്ളാം. ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ട് സ്വാമിജി ക്ലാസ് എടുക്കുന്നുണ്ടായോ? സ്വാമിജി രാവിലെ 20 മിനിറ്റ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒപ്പം കളികളും പാട്ടുകളും നൃത്തങ്ങളും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പ്രത്യേക അവസരവും ഉണ്ടാകും. ബോറടിക്കുകയില്ല. പാട്ടും കഥകളും നൃത്തങ്ങളും നാട്യവും നർമ്മ വിഭവങ്ങളും കുട്ടികൾക്ക് ആവിഷ്കരിച്ചിടുവാൻ
വേദിയൊരുക്കുന്നുണ്ടിയരുവി. ചിത്രരചന തുടങ്ങിയൊരു നൈപുണ്യമുള്ളതും കണ്ടെത്തുവാൻ ലാളിത്യമാർന്ന സൗകര്യങ്ങൾ ഉള്ളിലരുവിക്കു മാറ്റേകുന്നു. കളികളൊന്നുമില്ലാതെ എന്താഘോഷം? കളികളുണ്ട്, കളികൾക്കല്ലേ പ്രാധാന്യം. പൂന്തിനരുവിക്കരയിൽ വന്ന് ഊഞ്ഞാലിലാടി തിമർത്തിടണം. പന്തു കളിക്കണം, ഓടിച്ചാടി ഉല്ലസിച്ചിടണം നല്ലവണ്ണം. കള്ളനും പോലീസുമായി മാറി തൊട്ടു കളിച്ചും രസിച്ചിടണം. കൊക്കോ കളിക്കാൻ കുറുക്കനായി ഓടിപ്പിടുത്ത കളിയുമാവാം. കണ്ണുകൾ പൊത്തിയും എന്നും നേരം ഓടിയോടിക്കുന്ന കൂട്ടുകാരെ തേടിത്തിരഞ്ഞു കണ്ടെത്തിയിരുന്ന നല്ല കളിയതു വേറെയുണ്ട്. നാടൻ കളികളുണ്ട് ഇപ്രകാരം എണ്ണമില്ലാത്തവൻ ഒന്നായി. നന്നായിരുന്നു കളിച്ചിടുകിൽ ഒട്ടും മടിക്കില്ല കൂട്ടുകാരെ. ക്രിക്കറ്റ് കളിക്കണ്ട, നമ്മളെ ക്രിക്കറ്റ് വീട്ടിൽ നിന്നല്ലേ കളിക്കുന്നത്. എല്ലാ മറന്നു കളികളിൽ നാം ഏറെ മുഴുകി രസിച്ചിടുമ്പോൾ വ്യക്തിത്വമാവുന്ന ഭംഗിയായി ഓടിച്ചുണർത്തുവാൻ സാധ്യമാകും. പൂന്തിനരുവിക്ക് ഗീതമുണ്ട്, പാടി രസിക്കുവാൻ താളമുണ്ട്. ലക്ഷ്യബോധത്തെ ഉറപ്പിച്ചിടും ഗാനം ദിവസവും പാടും നമ്മൾ. ഉച്ചഭക്ഷണം കൊണ്ടുവരണോ? വേണ്ട, ഉച്ചഭക്ഷണം ഇവിടെ തന്നെ കാണും. ഉച്ചയൂണിന്റെ സമീരയാണ്, സ്വാതിര പ്രേമ പ്രസാദമാണ്. ഭോജന പ്രാർത്ഥന ചൊല്ലിത്താടി സ്വാദിഷ്ട ഭോജനം ചെയ്വതുന. ഊണിനു ശേഷവും ഊർജസ്വരം ഓടിത്തീർന്നു കളിക്കാൻ പോകാം. സായാഹ്നമായാലും സ്വസ്ഥരായി ഒന്നിച്ചിരിക്കണം എല്ലാവരും. സ്വന്തം വളർച്ചയ്ക്കുമൊപ്പമാക്കി ലോകസൗഖ്യത്തിനും പ്രാർത്ഥിക്കണം. ഉള്ളിന്റെ ഉള്ളിലെ സസ്വരൂപം ധ്യാനിച്ചിരിക്കണം ശാന്തരായി. ധ്യാനം കഴിഞ്ഞാൽ പ്രസാദമുണ്ട്, മാധുര്യമിട്ടുന്നൊരോർമ്മയാണ്. ആയതു സ്വീകരിച്ചാസ്വദിച്ച് യാത്രയും ചൊല്ലിട്ടു വീട്ടിൽ പോകാം. സന്തോഷമോടെ കൂട്ടുകാരി സമ്മതി നേടിയും എത്തിയാലും മാതാപിതാക്കളെ കൂട്ടി വന്നാൽ കാര്യം അവർക്കെല്ലാം ബോധ്യമാകും. വേനലവധി ആഘോഷിക്കാൻ ഏറെ രസിച്ചു വളർന്നിടുവാൻ പൂർണ്ണിനയിൽ പങ്കെടുക്കൂ, ഏവർക്കും സ്വാഗതം നേരിടുന്നു. പൂർണ്ണിനയിൽ പങ്കെടുക്കൂ, ഏവർക്കും സ്വാഗതം നേരിടുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ ക്ലാസ് കഴിച്ചാൽ പോരാ, കുറച്ചും കൂടി ക്ലാസ് കഴിക്കണം. അടുത്തതായി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയെ കുട്ടികളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗീശാന്ത്യാ സുമനസ സർവാർത്ഥാനാം ഉപക്രമേ യന്മത്വാ പ്രകൃത്യാസ്യു തന്മാമി ഗജാനനം. एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्ति प्रचोदयात्. ओम गं गणपतये नमः.
स्फटिकमणिमयीम् अक्षमालां दधानामस्ते नैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभाः समाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं दुर्वातीतं गगनसदृशं तत्त्वमस्याभिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिपुरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् यस्मिन् सर्वं यः सर्वं सर्वतः सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് കേട്ടിട്ടുണ്ട്. ബാക്കി പറയുന്നത് കേട്ടെ. ഓ, അങ്ങനെയാണ് കേട്ടത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് കേട്ടിട്ടില്ല. സ്വാമി കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് മണ്ണെണ്ണ വിളക്കിന്റെ ചുവട്ടിലിരുന്നാണ് പഠിച്ചത്. ഞാൻ പറയാൻ കേട്ടില്ല അല്ലെ? കേട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഇല്ല. എന്നാ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ മറ്റു മുതിർന്നവരും അധ്യാപകരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒക്കെ കാലത്ത് മണ്ണെണ്ണയുടെ ചുവട്ടിൽ ഇരുന്നാണ് പഠിച്ചത്. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാണ്? അത് ഞങ്ങൾ ഒച്ചത്തിൽ പറയില്ല, മനസ്സിൽ പറയും മണ്ണെണ്ണയുടെ കുറവ്. അതെ, വെരി ഗുഡ്. വേറെ ഉണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് TV ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ബലൂൺ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ടാബ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ തന്നെ ഉണ്ടായിരുന്നില്ല. ഓ, കണ്ണാടി ഉണ്ട്. ഓ, കേട്ടില്ല. കസേരയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് TV ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് റേഡിയോ ആണ്. വാർത്തകളൊക്കെ കേൾക്കാം. ഓ, കേട്ടില്ല. ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒക്കെ കാലത്ത്. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒക്കെ കാലത്ത്. ഓ, പച്ചക്കറി അഴുകാൻ വേണ്ടി കാത്തിരിക്കില്ല. അപ്പൊ തന്നെ പിന്നെ കുറച്ച് കുറിയിൽ സൂക്ഷിക്കും. ഓ, കേട്ടില്ല. പെൻസിൽ പേനൊക്കെ പേനയൊക്കെ അത് ആ ഒരു കാലത്ത് ആലോചിച്ച് നോക്കൂ. മൊബൈലിൽ ഗെയിം കളിച്ച് സമയം കളയാൻ പറ്റില്ല. TV കണ്ടിരിക്കാൻ പറ്റില്ല. ചാനലൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? നിറയെ പുറത്തു പോയിട്ട് കളിക്കും. ഓ, വീഡിയോ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ, എപ്പോഴും അകത്തിരിക്കുകയല്ലേ. ഞങ്ങളുടെയൊക്കെ കാലത്ത് തൊടിയിൽ ഓടി കളിക്കും, മരത്തില് ചാടി കയറും, കുളത്തില് നീന്തി തുടിക്കും. കേട്ടില്ലേ?
അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കുകയും പിന്നെ പഠിക്കാൻ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാലത്തിന്റെ ഒരു പ്രശ്നമായിട്ട് പൊതുവെ പറയുന്നത് കുട്ടികൾ ഏത് നേരവും ഒന്നുകിൽ ടിവിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണ്, ഗെയിം കളിക്കുകയാണ്, ചാറ്റ് ചെയ്യാണ്, ഫേസ്ബുക്കിലാണ്, ട്വീറ്റ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ കാലം മാറിയിട്ടുണ്ട്. കേട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മുല്ല പൂങ്കോടി ബാക്കി കേട്ടത് പറയും, ഏറ്റുകിടക്കും. വെരി ഗുഡ്. ഓ, പിന്നെ കല്ലിനുമുണ്ടൊരു സൗരഭ്യം. വെറും പാറക്കല്ലാണ്, അതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷെ അതിലിങ്ങനെ മുല്ലപ്പൂമ്പൊടി ഇങ്ങനെ വീണുകൊണ്ടിരുന്നാൽ, മുല്ലപ്പൂ വന്ന് വീണ് അതിന്റെ പൂമ്പൊടി അതിൽ പാറയിൽ വീണാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് നല്ല മണ്ണുണ്ടാവും, സുഗന്ധം ഉണ്ടാവും. അതെ, ഇതുപോലെ എന്തുമായിട്ടാണോ നമുക്ക് സമ്പർക്കം, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മെ ബാധിക്കുന്നത്. കേട്ടില്ലേ? അപ്പൊ ഏത് നേരവും ടി വി മാത്രം നോക്കിയിരുന്നാൽ, ചാനൽ മാറ്റി മാറി മാറി കണ്ടുകൊണ്ടിരുന്നാൽ, ഏത് നേരവും മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നാൽ അതുമായിട്ടായിരിക്കും നമുക്ക് സമ്പർക്കം. സ്വാഭാവികമായിട്ടും അതുപോലെയുള്ള ഒരു യാന്ത്രിക സ്വഭാവം നമുക്ക് കൈവന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു സ്വഭാവം നമുക്ക് വന്നുപോകും. ആ സ്വഭാവത്തിന് പറയുക യാന്ത്രിക സ്വഭാവം എന്നാണ്. പറയൂ, യാന്ത്രിക സ്വഭാവം. യാന്ത്രിക സ്വഭാവം വന്നു പോകരുത്, അതിനു വേണ്ടിയാണ് പൂന്തേനരുവി. പൂന്തേനരുവിയിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്നില്ല, പൂന്തേനരുവിയിൽ നിങ്ങൾ ടിവിയിൽ നോക്കിയിരിക്കുന്നില്ല, പൂന്തേനരുവിയിൽ നിങ്ങൾ ഓടി ചാടി തിമർക്കുന്നു, കൂട്ടുകാരുമായിട്ടും കൂട്ടുകാരികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. കളിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. കേട്ടില്ലേ? അതുകൊണ്ട് എല്ലാവർക്കും പൂന്തേനരുവിയിലേക്ക് വീണ്ടും സസ്നേഹം ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പൂന്തേനരുവി നിങ്ങൾക്ക് വേണ്ടി സജ്ജരാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കട്ടെ. ഒപ്പം തന്നെ സ്വാമിക്ക് വളരെ സന്തോഷമുണ്ട്, ഈ പൂന്തേനരുവി തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ഒരുക്കുന്നത്. സൗജന്യമായിട്ടാണ് ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ചെലവ് ആര് വഹിക്കും എന്നുള്ള ചോദ്യമുണ്ട്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതുപോലെ ബലൂണും മറ്റു വിഭവങ്ങളൊക്കെ ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ ബാധ്യത നമുക്ക് മുതിർന്നവർക്ക് നിറവേറ്റാൻ സാധിക്കട്ടെ. സ്വാമിക്ക് കിട്ടുന്നത് സ്വാമി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്നൊരു സംഖ്യ ലഭിച്ചിരിക്കുന്നു, അതും സ്വാമി ഇതിന്റെ സംഘാടകരെ ഏൽപ്പിക്കട്ടെ. ഇന്ന് സന്നിഹിതരായ മുതിർന്നവർക്ക് ഈ വിഷയത്തിൽ ബാലികാ പൂജ, അന്നപ്രസാദം കുട്ടികൾക്ക് നിവേദിക്കാൻ, ബാലികാ ബാലന്മാരൊക്കെ ഈശ്വരന്മാരാണ്. ആ ബാലികാ ബാലകന്മാർക്ക് അന്നപ്രസാദം നിവേദിക്കാൻ സ്വാഗതം. അതിന് മുതിർന്നവരെ ക്ഷണിക്കട്ടെ. യെസ്, ഇനി നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കാം. എത്തിച്ചേർന്നിട്ടുള്ള ജോബിയും ശ്രീരാമും നമ്മളോട് സംവദിക്കും. അവരുടെ മികവ് കാണിച്ച് നമ്മളെ ആസ്വദിപ്പിക്കും. മോസ്റ്റ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോബി. ഞാനിവിടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ.
ചേട്ടൻ ട്രൂ കാലസ്റ്റ് ആണ്. അപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ വായിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ വായിക്കുന്നത് മാത്രം പോരല്ലേ, നിങ്ങൾ പാടല്ലേ? പാടല്ലേ? ഉറക്കപ്പല്ലേ? ഉറപ്പായിട്ട് നമുക്ക് പാട്ടുകൾ പാടി നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ പൂന്തേരി എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ വിളിച്ചത് തന്നെ വളരെ സന്തോഷം, വന്നു ചേരാൻ വലിയ സന്തോഷം. അപ്പൊ നമ്മൾ ഒഫീഷ്യലി അത് ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും കൈ പാസ്സായിക്കോളാം.
വായിച്ച് പാടിയാലോ? ഞങ്ങൾ വായിക്കുന്ന കൂടെ പാടാം. എല്ലാരും പാടോ? ഉന്മേഷില്ലല്ലോ. കുറച്ചുകൂടെ ഓക്കെ ഓക്കെ പഠിക്കണേ. ഓക്കെ ചേട്ടാ കൗണ്ട് തരാം. അപ്പൊ അതിന്റെ കൂടെ പാടാം. ഓക്കെ 1 2 3 4 1 2 3 4 ഞങ്ങളെക്കാട്ടി അടുപ്പിച്ചാണല്ലോ. അപ്പൊ ശരി. പാട്ട് പഠിക്കുന്നുണ്ടോ അവിടെ? പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നവരോ? എല്ലാവരും അത് പാടുന്നുണ്ട് കേട്ടോ. പഠിക്കുന്നില്ല. ആവേശമൊന്നും ഉണ്ടായിരുന്നാ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് വായിച്ചു. ഓക്കെ അപ്പൊ അറിയാന്നുള്ളൊരു പാട്ടിന്റെ കൂടെ ഓക്കെ ആണോ?
Okay. അപ്പൊ അടുത്ത ഓക്കെ. അപ്പൊ ഞങ്ങൾ വായിക്കുന്ന പാട്ടെല്ലാം കേട്ടില്ലേ? അപ്പൊ നമ്മളിവിടെ ഇവിടെ തന്നെ മ്യൂസിക് പഠിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. ആരൊക്കെ ഉള്ള? ശരി, നമുക്ക് കേൾക്കേണ്ട സോങ്സ് ഇല്ല. നമ്മൾ കേട്ടു. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? നമ്മള് എവിടെ പോയാലും പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, വേണ്ടേ? ആ, അപ്പം നമ്മള് ഒരു പാട്ട് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ മ്യൂസിക് പഠിക്കാൻ പോവാണ്, സ്കൂളിൽ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്തായിരിക്കും? പാട്ടിനെ പറ്റി അറിയുമ്പോൾ എന്താ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്തായിരിക്കും? മ്യൂസിക് പഠിക്കുന്നവരായിരിക്കും. അവര് എവിടെ അപ്പം ഓക്കെ, മ്യൂസിക് പഠിക്കുന്ന ആരെങ്കിലും കണ്ടില്ല, സോറി, 2 പേര് 3 പേര്. അപ്പൊ നിങ്ങൾ 3 പേരും ഓക്കെ. നിങ്ങൾ മ്യൂസിക് പഠിക്കാൻ പോയപ്പോഴത്തേക്കും എണീറ്റോ? ചേട്ടൻ വഴക്കൊന്നും പറയാനല്ല, ബാക്കിലേക്ക് നമുക്ക് ശരി. അപ്പൊ എണീക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ മ്യൂസിക് പഠിക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യം എന്താ പഠിച്ചത്? എണീറ്റ് പറഞ്ഞു. നമ്മുടെ പേരെന്താ? ഓക്കെ, എന്താ ആദ്യം പഠിച്ചത് നമ്മള്? ശരി, സരിഗമ പദനിസ തന്നെ അങ്ങ് തുടങ്ങിയോ? അതോ നമുക്ക് അതിന് മുന്നേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നോ? മോനാണെങ്കിലോ സരിഗമ പദനിസ തുടങ്ങി. ഓക്കെ, മോളോ അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഈ സരിഗമ പദനിസ പാടണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് താളം എന്ന് പറയും? നമ്മളെല്ലാം എന്ത് പഠിക്കുന്നെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അതിനൊരു താളം, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് താളം എഴുതുന്നത് പഠിക്കാം. ഓക്കെ, ഇത് ഓക്കെയാണോ? ഓക്കെ, ഇല്ല എത്തിച്ചു പറഞ്ഞേ. അപ്പോ നമ്മള് പാട്ട് പഠിക്കുമ്പോ ആദ്യം പഠിക്കുന്ന താളമാണ് ആദ്യ താളം. എന്താണ് ആദ്യ താളം? എല്ലാവരും പറഞ്ഞ് എത്തിച്ചു പറഞ്ഞേ. ആദ്യ താളം. അപ്പൊ ആദ്യ താളം എങ്ങനെയാണ്? ഇത് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിക്കുന്നത് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അങ്ങി വന്നു ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചത്, ഫ്രണ്ട്സിനെല്ലാം കാണിച്ചത്. നമ്മള് ഇതിന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മള് മടിയിൽ അടിച്ചിട താളങ്ങൾ, അതാണ് മോർണിംഗ് കാണിച്ചത് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ ആദ്യ താളം എന്ന് പറയുന്നത് നമ്മൾ 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. കൗണ്ട് ചെയ്യേണ്ട രീതി ഫസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യാം. ഒരുമിച്ച് ടാപ്പ് ചെയ്ത് 1, അടുത്ത നമ്മൾ പിങ്ക് ഫിംഗർ മടക്കാം 2, നെക്സ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഫിംഗർ 3, 4. ഓക്കെ, അത്ര ആദ്യം ചെയ്ത് ഒരുമിച്ച് ചെയ്ത് 1 2 3 4 1 2 3 4. എല്ലാവരുടെ കൈ ശരിയാവുന്നതോ സ്വന്തം നോക്കി. ചേട്ട കൈ നോക്കി. ചേട്ടൻ ആദ്യം ടാപ്പ് ചെയ്തു, പിന്നെ കുഞ്ഞു ബന്ധം മടക്കി, അതിന്റെ അടുത്ത കല്ല അതിന്റെ അടുത്ത കല്ല. അപ്പൊ എത്രയും 4 കൗണ്ടായി. 1 2 3 4. ഇത് കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന കാര്യത്തിലാണ്. ബാക്കിയുള്ളവർക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ 4 കൗണ്ട് എങ്ങനെയാ? 1 2 3 4. ഓക്കെ, നമ്മൾ ആദ്യം 4 കൗണ്ട് ചെയ്തു. ഇനി അടുത്തത് മൊത്തം നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8. ആദ്യം മനസ്സിലാവുന്ന എഴുതിയേ. മനസ്സിലാവുന്ന എഴുതിപ്പോ കുഴപ്പമില്ല, അതിനാണ് എഴുതിപ്പോ. എനിക്ക് എല്ലാവർക്കും മനസ്സിലായത്. അത് ശരി. ഓക്കെ, ഒന്നുകൂടി നോക്കിയാൽ എല്ലാവരും നോക്കിയേ. ഓക്കെ, 1 2 3 4, then 5 6 7 8. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താഴാം. എല്ലാവരും ടാപ്പ് ചെയ്തെല്ലാം ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, ഋഷിയേഷ് കൗണ്ട് ചെയ്തത്. ഓക്കെ, 1 2 3 4 1 2 3 4 5 6 7 8. ഒരു 3 ടൈംസ് കണ്ടിന്യൂസ് ആയി അങ്ങനെ ചെയ്ത് 1 2 3 4 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ഈ 1 2 3 4 കൗണ്ട് ചെയ്ത് ശ്രദ്ധിച്ചോ കേട്ടോ, ശ്രദ്ധിച്ചോ. ഓക്കെ, ഓക്കെ, കൗണ്ട് ചെയ്തോ. 1 2 3 4 1 2 3 4 5 6 7 8. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുന്നല്ലോ, എല്ലാവരും റൈറ്റ് ഹാൻഡില് താഴെ. ഓക്കെ, ഓക്കെ, ചെയ്ത് നോക്കിയല്ലോ. ചെയ്യാം. 1 2 3 4 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പൊ ക്ലാസ് കൊടുത്തേ. പഠിച്ചെന്തോ എന്താണ് ആദ്യം എത്ര കൗണ്ടാണുള്ളത്? 8 കൗണ്ട്. അപ്പൊ ഏത് നോക്കത്തിന് ചുറ്റും പറയാമല്ലോ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അടിസ്ഥാനം, സംഗീതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമുക്ക് പഠിക്കണമെങ്കിൽ എത്ര നോട്ടാണ്? ഈ സരിഗമ പദ്യസ് പഠിച്ചതിന് പറഞ്ഞ് എത്ര നോട്ടുണ്ട് നമുക്ക്? 7. എത്ര നോട്ടുള്ളത്? 7 നോട്ടുണ്ട്. ഋഷി ക്ലാസ്സിൽ ക്ലാസ് പഠിച്ചിരിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ 7 നോട്ട്സ് ഏതൊക്കെയാണ് ഋഷി പറഞ്ഞു? സ രി ഗ മ പ ധ നി. ഓക്കെ, സ രി ഗ മ പ ധ നി. വീണ്ടും സ പറയുന്നുണ്ട്. അത് സെയിം നോട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നമ്മൾ. ആദ്യം പറഞ്ഞ സ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 7 നോട്ടാണ് സരിഗമ പദ്യസ്. നമ്മളെ ആദ്യ പാഠമായി നമ്മൾ പഠിക്കുന്നത് എത്ര നോട്ടാണ്? ഇതിന് പറയുന്നില്ല. ശരി, അപ്പൊ നമുക്ക് സരിഗമ പദ്യസ് പാഠങ്ങൾ പഠിച്ചാലോ? നമ്മുടെ
ശ്രീനാഥിയുടെ സ്കൂളിൽ വായിച്ചു വളരെ പാടുന്നു. ഓക്കെ ഓക്കെ ശരി. പഠിക്കും. Okay, 1, 2, 3, 4. നമ്മൾ നാളെ നോട്ട് ഓക്കെ. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ കളിക്കൊണ്ടോന്ന് ടീച്ചർമാർ കഴിഞ്ഞില്ല കളിക്കണോ നമുക്ക്? ഈ കാര്യങ്ങൾ കളിച്ചാലും ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പാടി നോക്കാം. എല്ലാം നിർമ്മിച്ച് നമ്മള് താളം പഠിച്ചില്ലേ? എന്ത് താളം പഠിച്ചിരുന്നു? താളം താളം എന്ത് താളം? അത് താളം ഈ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞു. ഓക്കെ ശരി. അപ്പൊ 1, 2, 3, 4. ഓക്കെ നമ്മളിപ്പോ ഇതിലേക്ക് പഠിച്ചത് നമുക്ക് ഓരോ താളത്തിന് ഒരു സ്പീഡിലായിരിക്കും. നമ്മളിപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞു ഞാൻ വേണ്ടിക്കാൻ പാടുന്നു പറഞ്ഞു അല്ലേ? അത് വേറൊരു സ്പീഡിലുള്ള പാട്ടാണ്. നമുക്ക് ഓരോ സ്പീഡിൽ പാടുന്ന പഠിക്കാനാണ്. ഓരോ സ്പീഡിൽ താളമല്ല താളത്തിന്റെ സ്പീഡ് കൂടുതൽ പഠിക്കാനാണ്. ഓക്കെ അപ്പം അതിനെ കാലങ്ങൾ എന്ന് പറയും. 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം. എന്താണ് പറയുന്നത്? 4 കാലം. എത്ര കാലങ്ങളുണ്ട്? അടിപൊളി. 1ാം കാലം നമ്മളിപ്പോ 1ാം കാലത്തിലാണ് നമ്മൾ പാടിയത്. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡ് കൂടി പാടിയല്ലോ. 2ാം കാലം 3ാം കാലത്തിൽ പാടാം. 2ാം കാലം സൂപ്പറായിട്ട് പാടാം. 3ാം കാലത്തിൽ പാടാം. ഓക്കെ 1, 2, 3, 4. ഒന്ന് താവട്ട് പാടും. നിങ്ങൾക്ക് തോന്നി കേൾക്കണം. താവട്ടൊന്നും പറയുക കുഴപ്പമില്ല പോട്ടെ. താവല്ലേ കൈ താവട്ടെ താവട്ടെ കുഴപ്പമില്ല പോട്ടെ താവല്ലേ വേണ്ടല്ല. അതാണല്ലേ പോട്ടെ. ശരി ഒന്ന് താവട്ടെ പറയുക. ഓക്കെ സ്പീഡിലാണ്. 1, 2, 3, ഓക്കെ അപ്പൊ എല്ലാവരും അടിപൊളിയാണ്. അപ്പൊ ഈ ബാക്കി കാര്യങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ സംഗീതത്തെ പഠിക്കുക. എങ്കിലും മാത്രമല്ല ഡാൻസ് കലാപരമായ എന്ത് ആഗ്രഹങ്ങളൊക്കെയും പഠിക്കുക. അത് മാത്രം പോലെ സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. എല്ലാം നല്ല കാര്യം ചെയ്യണം. ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. ഓക്കെ അപ്പൊ എല്ലാവരും പഠിച്ചതിന്റെ ഓർമ്മയുണ്ട്. നമ്മള് എന്തിനാണ് തുടങ്ങി? എന്താ നമ്മള് പാട്ട് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് പറഞ്ഞത്? അതെ എന്ത് താളം പഠിക്കുന്നത്?
എത്ര അക്കൗണ്ട് ഉണ്ട് ഒരാളത്തിന്? എത്ര ടോപ്പ് ഉണ്ട് നമ്മൾ പഠിക്കാൻ? ഓക്കെ, അപ്പം ഒരു പ്രകാരം ബാങ്കിന് വേണ്ടത് ഇന്ന് ഇവിടെ എത്തിയ വിശിഷ്ടാതിഥികൾക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുക്കാൻ അധ്യാത്മാനന്ദ സ്വാമിയെ ക്ഷണിക്കുന്നു. നന്ദി സ്വാമിജി. ഇനി ഹരിഹരാനന്ദ സ്വാമിജിയെ കുട്ടികളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബ്രഹ്മാനന്ദം പരമസുന്ദരം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരുദേവ പരമോ ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. ഈശ്വരോ ഗുരുരാജ്ഞേതി മുക്തിഭേദവിഭാഗിനി ബ്രഹ്മവിദ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സംഭവിക്കാം സ്വാമിജിക്കും അജിത്ജിക്കും നമ്മുടെ വിശിഷ്ടതിഥികൾക്കും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാ ശിവരാത്രികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവരുടെ ഈ ഒരു കളി ഒരു 5-6 ദിവസം ഇത് വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തില് 4 ദശകളാണ്, 4 അവസ്ഥകൾ: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിൽ ഏറ്റവും സന്തോഷകരമായുള്ള കാലഘട്ടമാണ് ബാല്യം. ഒരു 10 വയസ്സ് 12 വയസ്സ് വരെ ഒന്ന് ഗൗരവമായുള്ള ചിന്തകളൊന്നും വേണ്ട, കാര്യമായിട്ട് കളികളിലൊക്കെ ഏർപ്പെട്ട്. കാരണം അച്ഛനും അമ്മയും ബന്ധുക്കളും അധ്യാപകരും ഒക്കെ നമ്മളെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ബോധത്തില്, നല്ല സുരക്ഷിത ബോധത്തില് ഈ പ്രകൃതിയോട് അങ്ങനെ താതാത്മ്യപ്പെട്ട് ഒരു രസകരമായിട്ടുള്ള കാലമാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോഴാണെന്നുള്ളത് നമുക്കും നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ബാല്യകാലം നിങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലം ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിക്കുമ്പോൾ ഓടി കളിച്ച് നടന്ന് കളിച്ച് ഇതുപോലെ പൂമ്പാറ്റകളെ പിടിക്കാൻ പിന്നാലെ പോയി, അങ്ങനെ എന്ത് രസകരമായിട്ടുള്ള കാലമായിരുന്നു ഈ കാലത്ത് നമുക്ക്. പക്ഷെ ഈ കളിച്ച് നടക്കുന്ന കൂടുതൽ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മള് വളർന്നു വരുന്ന കുട്ടികളാണ്, വലുതാകുമ്പോൾ നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ വരും. ആ സമയത്ത് നമുക്കത് നിറവേറ്റാൻ കഴിയണം എങ്കിൽ ഇപ്പൊ നമ്മള് ഈശ്വരാധീനം കുറിച്ചൊക്കെ നമുക്ക് വേണം, എന്ത് വേണം? അച്ഛനും അമ്മയോടൊക്കെ വളരെ വിനയം ഉള്ളവരായിരിക്കുക, അനുസരണം ഉള്ളവരായിരിക്കുക. അതുപോലെ നമ്മുടെ അധ്യാപകരോട് വളരെ വിനയം ഉണ്ടായിരിക്കുക, ഒരു വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും ഒക്കെ പ്രിയമായിട്ട് വേണം. എല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും. അതിനുവേണ്ടി നല്ല ശീലങ്ങള്, തൊട്ടയിലെ ശീലം ചുടല വരെ ചൊല്ലിട്ടുണ്ട്. തൊട്ട കുട്ടിക്കാലത്ത് നമ്മൾ എന്താണോ ശീലിക്കുന്നത് അത് നമ്മൾ മരിച്ച് ശ്മശാനത്തിൽ എത്തുന്നവരെ തീരെ കത്തിക്കില്ല ശവം, അതുവരെ നമ്മുടെ കൂടെ ഉണ്ടാവും ആ ശീലം. ഇപ്പോഴേ നല്ല ശീലങ്ങള് കൊണ്ടുവരണം. ദുശീലങ്ങളൊന്നും വരാതെ നല്ല കൂട്ടുകെട്ട് വേണം, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? നമ്മൾ നല്ല നല്ല കഥകളും നല്ല നല്ല പാട്ടുകളും ഒക്കെ പഠിച്ച് ശ്ലോകങ്ങളും ഒക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം. ഇവിടെ എല്ലാ ശനിയാഴ്ച ദിവസവും വൈകുന്നേരം, എല്ലാ ശനിയാഴ്ചയും
വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. അതിൽ കുറച്ച് കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ കൈകൊടുക്കും. ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ ഇവിടെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വെറും ഈ സ്കൂളിൽ പഠിക്കുന്നത് മാത്രമല്ല പല കാര്യങ്ങളും ഗ്രഹിക്കാനുണ്ട്. അതിവിടെ വന്ന് അത് പഠിച്ച് അവരൊക്കെ നല്ല കുട്ടികളായിട്ട് നിങ്ങളൊക്കെ വരണം, നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇത് ഭഗവാന്റെ പാദത്തിൽ ഹരിയോ ഹരിയോ കുട്ടികളെ, നേരത്തെ പറഞ്ഞ കടക്കത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? എന്താണത്? ശിക്ഷകളില്ല പറയൂ. ശിക്ഷണമരുളും പ്രേമാനുഗ്രഹ സ്വർലോകം ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഈ കുട്ടികളുടെ കൂട്ടായ്മയ്ക്ക് ഒരു ഗാനമുണ്ട്. ഈ അടുത്ത് ആ ഗാനമാണ് പാടാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അതിന്റെ ക്ലൂ അതിലുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കുവോ? ഇതിന്റെ ക്ലൂ, ഇതിന്റെ ആൻസർ അതിലുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കും. പൗരാണികമാം വിജ്ഞാനത്തിൽ ഞാനാരെന്നതു ചിതയേണം പരിസരബോധമുറക്കേണം ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതും കുശലത നന്നായി വേണം പൂവേനരുളി തീരത്തതിന ആവേശത്താണെത്തി സേവകരിവിടെ കഴിവാനതിശയ പ്രേമരസാമൃതമൂട്ടുന്നു പാട്ടുകൾ പാടാം കഥ കേട്ടിടാം നൃത്തം ചെയ്തു മരിച്ചിടാം കവിതകൾ പാടി രസിക്കാം കളികളിൽ മുഴുകി മറന്നുരമിച്ചിടാം കണ്ണും കൂട്ടിയിരിക്കാൻ കരുണാമയനെ ധ്യാനിക്കാം ബോധാനന്ദം മുതലാം ഗുരുവരകാരുണ്യത്തിനു കൈകൂപ്പാം ഈശ്വരനാരെന്നറിയാം പരമേശ്വരനെ നമിച്ചിടാം മോദത്തോടെ വസിക്കാം മേവിൻ പാതയിലൂടെ നടന്നിടാം കലഹം പെരുകും കലികാലത്തിൻ ദുരിതം തീർക്കാൻ ഗതി പകരാൻ കരിമലമെല്ലാം തീർക്കും കൃഷ്ണ കരിമുകിൽ ഇങ്ങനെ പ്രാർത്ഥന ചെയ്തു നമുക്കൊരു നന്മ നിറഞ്ഞൊരു നാളേക്കായി സർഗാത്മകമാഭാവനയോടി സോത്സാഹം വരയെത്തിക്കാം ബാലക നമ്മൾ പാദവിരക്ഷാത വികല ശാന്തി നുകർന്നീടും
ജന്മം സാർത്ഥകമാക്കിയിടും കരുണയൊഴിയ സൗഭാഗ്യം ശിക്ഷകളെല്ലാം ശിക്ഷണമരുളും പ്രേമാനുഗ്രഹ സ്വർലോകം പ്രേമാനുഗ്രഹ സ്വർലോകം പ്രേമാനുഗ്രഹ സ്വർലോകം. കിട്ടിയോ? എവിടെ കിട്ടിയോ? ദൈവം എന്താണത്? പൂന്തേനരുവി. ഒന്നുകൂടെ പറയൂ. അപ്പൊ ഇവിടെ ശിക്ഷകളൊന്നുമില്ല. ഇനിയോ നമ്മൾ താനെ ഓരോന്ന് പഠിക്കുകയാണ്. കണ്ടും കേട്ടും കളിച്ചും ആടിയും പാടിയും ഒക്കെ നമ്മളിവിടെ താനേ പഠിക്കുന്നു. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു സ്വർലോകമാണ് ഈ പൂന്തേനരുവി. അപ്പൊ നമുക്ക് ആഘോഷിക്കാമോ? പൂന്തേനരുവി പാടാം അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും പൂന്തേനരുവി എന്തൊക്കെയാണ് പറയുന്നത്? കളിക്കാൻ ചിരിക്കാൻ പൂന്തേനരുവി. പൂന്തേനരുവി എന്ന് പറഞ്ഞ ഞാൻ പറയാം. കളിക്കാൻ ചിരിക്കാൻ കളിച്ചു പഠിക്കാൻ ചാടാൻ ഓടാൻ കലപില കൂട്ടാൻ കഥ പറഞ്ഞിരിക്കാൻ കളിക്കാൻ ചിരിക്കാൻ. എല്ലാവരും ഒരുമിച്ച് കൈയ്യടിച്ച്. ഹരിയും പൂന്തേനരുവിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. നമുക്ക് പൂന്തേനരുവി ആഘോഷത്തിലേക്ക് കടക്കാം. സ്വാമിജി പാരന്റ്സിനെ അഡ്രസ് ചെയ്യുന്നത് ചെറിയ മക്കള് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കൂ. പാരന്റ്സിന്